ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസൺ ടീമിലില്ല. ബുംറയും മുഹമ്മദ് ഷമിയും യശസ്വി ജയ്സ്വാളും ടീമിൽ ഇടം നേടി. രോഹിത് ശർമ്മയാകും ടീമിനെ നയിക്കുക. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും കൃഷ്ണരാജ ചേരുന്നുണ്ട്. കൃഷ്ണരാജ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, രോഹിത് ശർമ്മ തന്നെയാണ് നായകൻ. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതായത് ഭാവിയിൽ ഇന്ത്യൻ ടീമിനെ ആര് നയിക്കും എന്ന ചോദ്യത്തിന് ഒരു ഏകദേശ ഉത്തരമായി BCCI ചൂണ്ടിക്കാട്ടുന്നത് ശുഭ്മാൻ ഗില്ലിന്റെ പേരാണ് എന്ന് വ്യക്തമാണ്. വിരാട് കോഹ്ലിയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശ്രേയസ് അയ്യർ, കുൽദീപ് യാദവ് ഈ രണ്ടുപേരുടെ മടങ്ങിവരവാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം മുഹമ്മദ് ഷമിയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും നന്നായി പന്തെറിഞ്ഞ് വിക്കറ്റുകൾ വീഴ്ത്തിയ മുഹമ്മദ് ഷമി പരിക്ക് കാരണം ടീമിൽ നിന്ന് പുറത്തുപോയിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കുള്ള ഏകദിന ടീമിലേക്ക് മടങ്ങി വന്നത് ഒരു സൂചനയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഏകദിന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ ഇടം പിടിച്ചതിനും കാരണം. KL രാഹുൽ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സഞ്ജു വരുമെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഋഷഭ് പന്തിനെ തന്നെ നിലനിർത്തി. ഒരുപക്ഷെ KL രാഹുൽ കൂടിയാകുമ്പോൾ വിക്കറ്റ് കീപ്പറായി രണ്ടുപേർ പരിഗണിക്കപ്പെടുന്നു. ഓൾറൗണ്ടറായി ഹർദിക് പാണ്ഡ്യ ടീമിലുണ്ട്. അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, ആർഷ്ദീപ് സിംഗ്, ജയ്സ്വാൾ, ജഡേജ എന്നിവരാണ് ടീമിലെ മറ്റംഗങ്ങൾ. ജഡേജയും ടീമിൽ എത്തുമോ എന്ന സംശയങ്ങൾ വാർത്തകളായി വന്നിരുന്നു. പക്ഷേ ജഡേജയെ വിശ്വസിച്ച് ടീമിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും ഫെബ്രുവരി 11 അന്തിമ പട്ടിക ഇന്ത്യ ICCക്ക് സമർപ്പിക്കേണ്ടത്. ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കുന്ന 15 അംഗ സ്ക്വാഡിന്റെ ആ ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ കളിക്കുന്നത്. ഫെബ്രുവരി 20 ബംഗ്ലാദേശിനെതിരെയും മാർച്ച് 2 ന്യൂസിലൻഡിനെതിരെയുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ വരുന്നത്. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് നടക്കുന്നത് എന്ന് കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്.